നിപ പ്രതിരോധത്തിൽ അപാകത ആരോപിച്ച് സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണകൂടവും ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും രോഗപ്രതിരോധത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ സ്ഥിരീകരിച്ച റിപ്പോർട്ട് അറിഞ്ഞിട്ടും തനിക്ക് കൈമാറാതെ തൊരപ്പൻ പണി കാണിച്ചതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഈവനിംഗ് മലയാളം ഇവിടെ പൂർണ്ണമാകും. അതിനുശേഷം ഫുട്ബോൾ വിശേഷങ്ങളുമായി സോക്കർ ഗാല കാണാം. നമസ്കാരം. ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണ സംവിധാനവും സാധാരണ നിലക്കുള്ള ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. നിപ്പ പ്രതിരോധത്തിൽ ഇടത് സർക്കാരിനുണ്ടായിരുന്ന ജാഗ്രത ഇപ്പോൾ കാണുന്നില്ല. നിപ്പ കൺട്രോൾ റൂമിൽ നിന്ന് ജനപ്രതിനിധികൾ അകന്നു നിൽക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാരും സംവിധാനവും തമ്മിൽ ഏകോപനമില്ല. സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ പടരുകയാണ്. മരുന്നുകൾ എത്തിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടവിധം നടന്നില്ല. മാലിന്യ നീക്കം നടക്കുന്നില്ല. ഇങ്ങനെ നീണ്ടു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. എണ്ണം കെട്ടവർ ഭരിച്ചാൽ നാടു മുടിയുമെന്ന കെ മുരളീധരന്റെ മുൻ പരാമർശത്തിനും പിണറായി വിജയന്റെ മറുപടി. രോഗവ്യാപനവും വൈറസ് വ്യാപനവും ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല നടക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള വിവേകം ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുതെന്ന് ആരോഗ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷം രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ സർക്കാരിന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. നിപ്പ ഈ നിമിഷം വരെ അപകടകാരിയല്ല. ചികിത്സയിലുള്ള രോഗിക്ക് വിദേശത്തുനിന്ന് മരുന്നെത്തിച്ചു നൽകി. കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യവുമില്ല. ഷിഗല്ലയടക്കം പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏകോപനത്തിന് തിരുവനന്തപുരമാണ് നല്ലതെന്നും കെ മുരളീധരൻ. കളക്ടർമാരുമായിട്ട് ഞാൻ 2 കോൺഫറൻസ് നടത്തി തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ. അപ്പോൾ എല്ലാം സ്റ്റേബിളാണ് റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ ഡോക്ടർമാരെ കൂട്ടായ്മ, ഞാൻ അതിൽ ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറേ കണ്ടതാണ്. പണ്ട് പറയുന്ന പോലെ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിച്ചാലൊന്നും നടക്കില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ മാറ്റിയതിനെ ചൊല്ലിയും ഭരണപ്രതിപക്ഷ പോര് തുടരുകയാണ്. പകർച്ചവ്യാധി കാലത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത് അസാധാരണ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ എന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. നിപ്പ സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ട് അറിഞ്ഞിട്ടും തനിക്ക് കൈമാറാതെ ഡോക്ടർ റീന തുരപ്പൻ പണി കാണിച്ചെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ആരോപണം. 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. ചിലർ മറ്റേ തുരപ്പൻ പണി കാണിച്ചു, അവരെ പിടിക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. 15 ദിവസം അവധി ആവശ്യപ്പെട്ടതിനാണ് ഡോക്ടർ റീനയ്ക്കെതിരായ നടപടിയെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ആദ്യ വിശദീകരണം. ശബരിമലയിലേക്ക് ഡോക്ടർമാരെ നൽകാത്തതുകൊണ്ടാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു. നിപ്പ പരിശോധനാഫലം അറിയിക്കാത്തതുകൊണ്ടാണ് നടപടിയെന്ന് ഇന്ന് വീണ്ടും തിരുത്തി. ഡോക്ടർ കെ ജെ റീനയെ പദവിയിൽ നിന്ന് മാറ്റിയതിൽ ഒരു വിഭാഗം ഡോക്ടർമാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. നിപ്പ പരിശോധനാഫലം മന്ത്രിയെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് DMO ആണെന്നാണ് ഡോക്ടർ റീനയെ പിന്തുണയ്ക്കുന്ന ഡോക്ടർമാരുടെ നിലപാട്. പാലക്കാട് കോളറ സ്ഥിരീകരിച്ചു എന്ന തന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രസ്താവനയിറക്കിയ പാലക്കാട് DMOയെ താക്കീത് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒരു ഷിഗല്ല കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് പയ്യോളി തുറയൂർ പഞ്ചായത്ത് 13-ാം വാർഡിലുള്ള 9 വയസ്സുകാരനാണ് രോഗം. ഇതോടെ കോഴിക്കോട് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 12ആയി. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.